ഓ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു വട്ടം. ഇതിനായിട്ട് പാൻ വെച്ച് ഓയിലൊഴിച്ച് നന്നായി ചൂടായ ശേഷം ഒരു കൈ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ്, പേസ്റ്റ് അല്ല, ചതച്ചത് ചേർത്ത് നമ്മൾ വഴട്ടിയെടുക്കണം. ഗൈസ്, അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പം നമ്മള് ഈ ഒരു പരുവാകുമ്പോ വേണം സവാള ചേർക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കനം കുറഞ്ഞ നൈസായിട്ട് അരിഞ്ഞ സവാള കേട്ടോ. എത്ര കനം കുറച്ചറിയാവോ അത്രയും കനം കുറച്ചരിയണം. അത് സവാള ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചി മൂത്തതിന് ശേഷം ചേർക്കണ്ട. പച്ചമുളകും കറിവേപ്പിലയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പൊ പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമ്മളിങ്ങനെ കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടും കിട്ടും. അതിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ പെട്ടെന്ന് പോയി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരുപാടങ്ങ് വഴട്ടി ഗോൾഡൻ ഫ്രൈ പോലൊന്നും ആവണ്ട, കുറച്ചായാൽ മതി. ഞാൻ കുറെ സ്കിപ്പ് ചെയ്യാണ്, ഒരുപാട് ലാഗാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഗൈസ്, അപ്പം അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഈ ഒരു പരുവം ഉണ്ടല്ലോ, ഒരുപാടങ്ങ് ഗോൾഡനും അല്ല, എന്നാ മൂത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് ഇനി ഇളക്കി മഞ്ഞപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്നും മാറി ഒന്ന് മൂത്ത് വരണം. എന്നിട്ട് വേണം ബാക്കി മസാലകളൊക്കെ ചേർക്കാൻ. ഈ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ചേക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കണം. അപ്പൊ മഞ്ഞപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പൊ 1 കിലോ ചിക്കന് 2 ടേബിൾ സ്പൂൺ ആണ്. അപ്പൊ 1 ടീസ്പൂൺ. ഇത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി. ഇനി ഇതൊന്ന് മൂക്കണം. ഇതിന് ശേഷം നമ്മൾ മുളക് പൊടി ചേർക്കത്തുള്ളൂ. ഇതൊന്ന് മൂത്ത ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ മുളക് പൊടി ചേർക്കണം. ഞാനിപ്പം ഇതെന്റെ ടീസ്പൂണിന്റെ അളവാട്ടോ. ഞാൻ ടേബിൾ സ്പൂണ് 4.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. എനിക്ക് ഇത് അധികം എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് 4.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. ഇതിപ്പോ കാശ്മീരി മുളക് പൊടിയാണ്, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. ഇതും മൂക്കണേ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുവാണേ. ഞാനിപ്പോ ഇതിന്റെ കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഗരം മസാല, അതും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ. ലാസ്റ്റിലും കൂടി ഇച്ചിരി ചേർക്കേണ്ടി വരും. നമ്മൾ ഇതിനകത്ത് ചിക്കൻ മസാലയോ വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഈ ചിക്കൻ കറിക്ക് ഇച്ചിരി എരിവ് വേണം. ആദ്യം നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ഒട്ടും ചേർക്കത്തില്ല. ചിക്കനിലെ വെള്ളം വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. അപ്പം ആ ഒരു വെള്ളത്തിൽ കിടന്ന് വേവുന്നോണ്ട് കുറച്ച് എരിവും പുളിയും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉള്ളു. ഇപ്പൊ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് ഇനി നമുക്ക് തക്കാളി ചേർക്കേ. ഇതിപ്പം ഞാൻ ഒരു 3 തക്കാളി വലുത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ചെറുതാണെങ്കിൽ 4 ചേർക്കാം. 4 കൂടുതലാണ് വേണ്ട. ഇച്ചിരി തക്കാളി ഒക്കെ വേണം ഇതിനകത്ത്. നമ്മൾ അടച്ചൊന്നും വെക്കണ്ട. ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുത്തിട്ട് ഇത് എണ്ണ തെളിയുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇച്ചിരി മല്ലിയില ചേർക്കണേ.
മല്ലിയില അതിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഈ സമയത്ത് ചേർക്കണേ. അപ്പൊ അതിന്റെ കൂടുതൽ കുത്തൽ വരത്തില്ല. ഈ മസാല ഇടുന്ന സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മട്ടനിലും അങ്ങനെയാ ചെയ്യുന്നത്. ഈ മസാല വഴറ്റുന്നതിന്റെ കൂട്ടത്തിൽ മല്ലിയില ഇട്ട് വഴറ്റും. അപ്പൊ ഒട്ടും മല്ലിയില ചേർത്തായിട്ട് അറിയത്തില്ല. എന്നാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ശകലം ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ മല്ലിയില ഇഷ്ടമായതുകൊണ്ട് ലാസ്റ്റിൽ ഞാൻ കുറച്ചിടും. തക്കാളിയൊക്കെ ഉടഞ്ഞ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടും. ഒത്തിരി സിമ്മി വെക്കണ്ട. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ടു ലോ പെട്ടെന്നൊക്കെ ഉടഞ്ഞ് കിട്ടും. അപ്പം വേണ്ട വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർക്കാം. മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വിനാഗിരി ഇട്ട് നന്നായിട്ട് കഴുകി നീറ്റാക്കി വെച്ച ചിക്കൻ ആയിരുന്നു. മൊത്തം നമുക്ക് ഇതിനകത്തൊക്കെ ഇടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇടയ്ക്ക് നമ്മൾ അടപ്പൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. കാരണം നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പം ചിക്കനിൽ നിന്ന് എല്ലാം ഇറങ്ങാൻ തുടങ്ങി. നമ്മൾ ആദ്യമേ ഫുൾ ഫ്ലെയിമിൽ ഇടല്ലേ കേട്ടോ. ചെറിയ തീ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ. കാരണം നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ അടിക്ക് പിടിക്കല്ലേ. ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പൊ ഗ്യാസ് വേണ്ട നല്ലതായിട്ട് ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കുമ്പോ നല്ലൊരു മണമാണ്. ഈ മല്ലിയില ഇടുന്നോണ്ടാണ്, നല്ലൊരു ഫ്ലേവറാണ്. ഈ ലാസ്റ്റിൽ ഇടുന്നവരൊക്കെ ഈ മല്ലിയില ഇങ്ങനെ ഒന്നിട്ട് ചെയ്ത് നോക്കണം. മറ്റകത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കറി അടിച്ച് നോക്കണം. നല്ല മണമാണ് കേട്ടോ, സൂപ്പറാണ്. അതിന്റെ ടേസ്റ്റും വേറെ ഒന്നാ. ഇങ്ങനെ നമ്മൾ വഴറ്റുന്നതിന്റെ കൂട്ടത്തിൽ മല്ലിയിലയിട്ട് ചെയ്യുമ്പോ ഇതൊന്ന് ട്രൈ ചെയ്ത് എല്ലാരും നോക്കണം. ഈ സമയത്ത് ഒന്ന് ഉപ്പുണ്ടോ നോക്കണേ. ഒരു ശകലം ഉപ്പൊടി ഇട്ടവരുണ്ട്. ചപ്പാത്തിക്കൊക്കെ സൂപ്പർ കോമ്പിനേഷന്. എല്ലാരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കറക്റ്റ് ആണ്. ഈ മസാല ഇത്രയും ഒരുപാട് കുത്തലോ ഒന്നുമില്ലാത്ത നല്ല ടേസ്റ്റോട് ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റോസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പൊ നോക്ക്, എല്ലാം ചിക്കൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് പറ്റിച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് എനിക്ക് വേണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എത്തിക്കണം. ഇപ്പൊ എനിക്ക് ചപ്പാത്തിക്ക് ചോറിനും എല്ലാം ആയിട്ട് കറക്റ്റാണ് ഗ്രേവി. നല്ല ഗ്രേവി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് ഗ്രേവി ഒക്കെ വന്നിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. 2 മിനിറ്റ് ഒന്ന് ഇരുന്ന് എണ്ണയൊന്ന് തെളിയിട്ട് എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
ഗൈസ്, അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് നോക്ക്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി ഇതിന്റെ മണ്ടയ്ക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാല കൂടി ഇടേ, ഒരു 1/4 ടീസ്പൂൺ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാനിപ്പോ ഗ്യാസ് ഓഫ് ചെയ്ത്. ആ സമയത്ത് ഒരു ശകല വെളിച്ചെണ്ണ, ഇത്രയും മതിയോ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് മല്ലിയില. മല്ലിയില ഇട്ടില്ലേലും കുഴപ്പമില്ല, നമ്മൾ ആദ്യമേ മസാലയ്ക്കകത്ത് ഇട്ടായിരുന്നല്ലോ, അപ്പൊ ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പില. ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റ്. ചോറിലൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ, എനിക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാതെ എല്ലാവർക്കും ബൈ.